പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടർ അതിവേഗം വളരുകയാണ്. ഈ ഡിഫൻസ് സെക്ടറിലെ ഒരു പവർ ഹൗസായി മാറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. കൃഷ്ണ ഡിഫൻസ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അടുത്ത 3 to 5 ഇയേഴ്സിൽ 30-40% CAGR ഗ്രോത്ത് ആണ് ഈ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. 1997 ഡയറി എക്വിപ്മെന്റ് മാനുഫാക്ചറായി സ്റ്റാർട്ട് ചെയ്ത കമ്പനി 2006 ഡിഫൻസ് സെക്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇന്ന് കൃഷ്ണ ഡിഫൻസ് ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, DRDO അതുപോലെ ഇന്ത്യയിലെ തന്നെ മേജർ ഷിപ്പ് യാർഡ്സ് എല്ലായിടത്തും അപ്രൂവ്ഡ് സപ്ലയർ ആണ്. മുൻപ് റഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്തിരുന്ന ഡിഫൻസ് കോമ്പണൻസും അതുപോലെ ഷിപ്പ് ബിൽഡിങ്ങിന്റെ കോമ്പണൻസും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് മുകളിൽ പറഞ്ഞ കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണ ഡിഫൻസിന്റെ ബിസിനസ്. ഇനി ഇവരുടെ മേജർ പ്രോഡക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേവൽ ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ബൾബ് ബാർസ്, ഹൈ സ്ട്രെങ്ത് വെൽഡിംഗ് കൺസ്യൂമബിൾസ്, അതുപോലെ വാർഷിപ്പിൽ യൂസ് ചെയ്യുന്ന ബാലസ്റ്റ് ബ്രിക്സ്, T90 ടാങ്ക്സിനുള്ള ആംഡ് സ്റ്റീല്, അതുപോലെ ഹീറ്റിംഗ് സിസ്റ്റംസ് തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ മേജർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഡർ കിട്ടുന്ന ടൈം തന്നെ റോ മെറ്റീരിയൽസ് ഹെഡ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർജിൻസ് പ്രൊട്ടക്റ്റഡ് ആണെന്നതും ഇവരുടെ അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ കോംപ്രിഹെൻസീവ് ഇൻഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിലും DRDO പോലെയുള്ള ഏജൻസികളുമായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്യുന്നു. 2025 വളരെ വലിയൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇവരുടെ ഗുജറാത്ത് ഫെസിലിറ്റിയിൽ ഇവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ ക്ലയന്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, DRDO, ആംഡ് വെഹിക്കിൾ നിഗം, L&T, ഗാർഡൻ റിച്ച്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ഇങ്ങനെ പോകുന്നു. ഇനി ഡിഫൻസ് സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഡിഫൻസ് ബഡ്ജറ്റ് എവറി ഇയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 9.5% ഇൻക്രീസ് ആണ് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഡിഫൻസ് പ്രൊഡക്ഷനിൽ 16.7% ഇൻക്രീസും അതുപോലെ ഡിഫൻസ് എക്സ്പോർട്ടിൽ 32.5% ഇയർ ഓൺ ഇയർ ഗ്രോത്തുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കൃഷ്ണ ഡിഫൻസ് പോലെയുള്ള കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ സ്ട്രോങ് ഓർഡർ ബുക്കാണ് ഇവർക്കുള്ളത്, 269 CR. അതുപോലെ നെക്സ്റ്റ് 3 to 5 ഇയേഴ്സിൽ 30-40% CAGR ഗ്രോത്ത് ആണ് കമ്പനി ടാർജറ്റ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അറൌണ്ട് 1300 CR ആണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 923.5 ആണ്. ഇനി ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂവിൽ 83.1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എബിറ്റയും വളരെ ഹെൽത്തിയാണ്, 96.3% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. എബിറ്റ മാർജിനിൽ 15.6% ഇൻക്രീസ് ഇയർ ഓൺ ഇയർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ 124% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് മാർജിനിലും 11.3% ഇൻക്രീസ്. ഈ കമ്പനിയുടെ മോർ ദാൻ 80% റവന്യൂ ഡിഫൻസ് സെക്ടറിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഫൈനലി സ്ട്രോങ് ഓർഡർ ബുക്ക്, ഹൈ എൻട്രി ബാരിയേഴ്സ്, ഡിഫൻസ് ടെയിൽവിൻസ് ഇതെല്ലാം ഈ സ്റ്റോക്കിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് കൃഷ്ണ ഡിഫൻസ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. Stock market investments are subject to market risk. Please do your own research before investing.